ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ക്രിയേറ്റർ ബി. ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഈ മൗസ് വെച്ചിട്ട് എങ്ങനെ സിമ്പിളായിട്ടൊരു പടം വരയ്ക്കാം എന്നുള്ളതായിരുന്നു. സോ അത് കുറേ പേർക്കൊക്കെ ഉപകാരപ്രദമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു റെഫറൻസ് ഇമേജിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു റെഫറൻസിന് വേണ്ടി ഞാൻ യൂസ് ചെയ്ത് ഈ ഒരു ഇമേജ്. സോ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ അന്ന് ചെയ്തത് ഫോട്ടോഷോപ്പിൽ എങ്ങനെ ആ ഒരു ഇത് ചെയ്ത് കളേഴ്സും ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള കാര്യമാണ്, ഫോട്ടോഷോപ്പിലെ കാര്യമാണ് നമ്മൾ അന്ന് നോക്കിയത്. സോ ഇല്ലുസ്ട്രേറ്ററിലെ കാര്യം നോക്കിയിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാനിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇതിനൊരു വീഡിയോ ചെയ്യുന്നത്. കുറേ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡ്രോയിങ് ചെയ്തതിൻ്റെ റെഫറൻസ്, അതായത് ഒറിജിനൽ ഇമേജ് എന്ന് പറയുന്നത് ഇതായിരുന്നു. അതിനെ കുറച്ചുകൂടെ കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു റെഫറൻസിലോട്ടാക്കി മാറ്റി. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. നിങ്ങൾക്ക് ആ ഒരു റെഫറൻസ് ഒറിജിനൽ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാര്യങ്ങൾ ഒക്കെ കാണാൻ പറ്റും. സോ അതിനകത്ത് ഈ ഇമേജ് ട്രേസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. സോ ഇതിനകത്ത് എന്തുവെന്ന് വെച്ചാൽ ഈ ഒരു ഇമേജ് ട്രേസിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഒരു ആര കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഡിഫോൾട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് ആക്കുകയാണ്. സോ ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ട് കളറിലേക്ക് ഇതിനെ ഈ ഒരു ഇമേജിനെ മാറ്റും. ഇതിനകത്ത് 16 കളേഴ്സാണ് ഹൈ ഉള്ളത്. സോ അതാക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതേപോലെ ആ ഒരു കളേഴ്സൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. സോ നമുക്കിപ്പോൾ ഇതിനകത്ത് ഡിഫോൾട്ട് തന്നെ നോക്കാം. അതിന് വേണ്ടി ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പ്രോസസ്സ് തുടങ്ങിയിരിക്കും. ഇത് കുറച്ച് പണിയുള്ള കാര്യമാണ്. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും ഇത് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ആ ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. സോ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ വൈറ്റ് ബ്ലാക്ക് ആ ഒരു രണ്ട് കളർ മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് നമ്മൾ ഡിഫോൾട്ടായിട്ടാണ് കൊടുത്തത്. സോ അതിന് ഇവിടെ നിന്നായാലും നമുക്ക് മാറ്റാൻ കണ്ടോ. ഇവിടെ പ്രിസെറ്റ് ഡിഫോൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആണ് സെലക്ട് ആയി കിടക്കുന്നത്. അത് ജസ്റ്റ് 16 കളേഴ്സിലോട്ട് ആക്കിയാൽ മതി. എന്നിട്ട് ഇതിനകത്ത് മാക്സിമം കളർ റേഞ്ചിലോട്ട് നമുക്കിതിനെ കിട്ടും. സോ ഈ ഒരു കളർ മാറ്റുന്നതിന് കുറച്ച് താമസം എടുക്കും. കാരണം അത് നല്ല പണിയുള്ളൊരു സോഫ്റ്റ്വെയറിന് കുറച്ച് പണിയുള്ള കാര്യമാണ്. സോ അതിനുള്ള ഒരു ടൈം എടുക്കും. സോ നമുക്കത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടോ, ആ ഒരു കളേഴ്സ് എല്ലാം കൂടെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ആ ഷെയ്ഡ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള രീതിയിലാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതിൽ നിന്ന് ഡയറക്റ്റ് കളർ സെലക്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ കയ്യിലുള്ള ഒരു സ്കിൻ ടോണോ അല്ലെങ്കിൽ ഒരു പാലറ്റോ യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിനകത്ത് ആകെ ഒരു 16 കളർ റേഞ്ചിലോട്ടാണ് ഇത് മാറ്റുന്നത്. സോ കുറേ കളറൊക്കെ നമുക്ക് മിസ്സാകും. കണ്ടോ, ഇപ്പോൾ ലിപ്പിലെ കളറായാലും എല്ലാം കുറേയൊക്കെ അങ്ങ് മിക്സാവും. സോ ഒരു ഷെയ്ഡൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് മാത്രം ഇത് യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മുടേതായ രീതിയിൽ ബാക്കി കളറ് ഫില്ല് ചെയ്തെടുക്കുക. ഇതായിരുന്നു ഈ ഒരു മെത്തേഡിൽ ആ ഒരു റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു റെഫറൻസ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ആ ഒരു ഇമേജ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ മേളിൽ ഓപ്ഷൻ വരും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വിൻഡോയിൽ പോവുക. ഇവിടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പാനൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. സോ അതിനകത്തിപ്പോൾ ഇത് സെലക്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇമേജ് ട്രേസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതിനകത്ത് കൊടുത്താലും അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ മറ്റേ നമ്മൾ നേരത്തെ കണ്ട കണക്കിനുള്ള ആ ഒരു ഓപ്ഷൻസ് എല്ലാം വരും. ഇതിനകത്തായാലും നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് റെഡിയായി വന്നോളും. അപ്പോൾ ഇത് നമുക്ക് ഇമേജ് ട്രേസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഓപ്ഷൻ മേളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടീസ് പോയാൽ ഈ ഒരു ഓപ്ഷൻ കിട്ടും. അതിൽ സിമ്പിളായിട്ട് ഇതൊരു ട്രേസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ജസ്റ്റ് ഈ ഒരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതാണെങ്കിൽ ഇനി എന്തെങ്കിലും ട്രിക്കൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിരുന്നു. സോ അടുത്തൊരു വീഡിയോ ഉടനെ വരാം. അതുവരേക്കും ബൈ.